ഏതാണ്ട് 9 ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ അപ്ലൈ ചെയ്ത് കാണും. കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, SBCID, അസിസ്റ്റന്റ് ജയിലർ, സബ് ഇൻസ്പെക്ടർ, നാഷണൽ സേവിങ്സ്, ദെൻ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, അങ്ങനെ എല്ലാ ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ ഇപ്പൊ വന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് പ്രധാനമായിട്ടും 2 എക്സാമിന് ഫോക്കസ് ചെയ്തായിരിക്കും. ഒന്ന് കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, രണ്ടാമത്തേത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്. പിന്നെ കുറച്ച് കുട്ടികൾ ഫോഴ്സ് പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. നമുക്കൊന്ന് കമ്പയർ ചെയ്താലോ ഏതാണ് നല്ല ജോലി? കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണ്? അതായത് സാലറി ആയിക്കോട്ടെ, ഈസ് ഓഫ് ജോബ് ആയിക്കോട്ടെ, പ്രൊമോഷൻ ആയിക്കോട്ടെ, മനസമാധാനം ആയിക്കോട്ടെ, എല്ലാ രീതിക്കും നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. കമ്പനി ബോർഡ് അസിസ്റ്റന്റും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും ഏതാണ് നല്ല ജോലി? ഒരുപാട് പാരാമീറ്റർ വെച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒന്നാമതായിട്ട് വേക്കൻസിയാണ്. അതായത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 1ഉം ഗ്രേഡ് 2ഉം കൂടെ ചേർത്ത് ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 4000+ അഡ്വൈസ് ആണ് ഇതിനകത്ത് പോകുന്നത്. പക്ഷേ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ ഒരു 400 അഡ്വൈസ് നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് 10 വേക്കൻസി മാത്രമേ ഏത് ഫില്ല് ചെയ്യത്തുള്ളൂ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഫില്ല് ചെയ്യത്തുള്ളൂ. ഇപ്പൊ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ മേ ബി ചിലപ്പോൾ അത്ര പോലും കാണണമെന്ന് നിർബന്ധമില്ല. പക്ഷെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഉറപ്പായിട്ടും നമുക്കൊരു 4000+ നിയമനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. മക്കൾ അവിടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറെ അളവുകോൽ വെച്ച് നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. ഇപ്പൊ വേക്കൻസിയുടെ കേസ് ഞാൻ പറഞ്ഞു. ഇപ്പൊ രണ്ടാമത്തെ സൈഡ് എടുക്കുകയാണ്, നമ്പർ ഓഫ് ആപ്ലിക്കൻസ് എടുക്കുകയാണ്. സോ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഞാൻ ഇപ്പുറത്ത് കൊണ്ടുവരികയാണ്. അപ്പൊ നിങ്ങൾക്ക് അത് നന്നായിട്ട് മനസ്സിലാവും. അതായത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 1ന് അപ്ലൈ ചെയ്തത് 3,95,000 ആൾക്കാരാണ്. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 ആണെങ്കിൽ ഏതാണ്ട് 3,80,000 ആൾക്കാർ അപ്ലൈ ചെയ്തു. എന്ന് വെച്ചാൽ രണ്ടിനും അപ്ലൈ ചെയ്തത് ഒരേ ആൾക്കാരാണ്. ഏതാണ്ട് 3,95,000 ആൾക്കാരാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അപ്ലൈ ചെയ്തത്. ഇവിടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോക്കുകയാണെങ്കിൽ അത്ര തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു 4 ലക്ഷത്തിന് താഴെ മാത്രം നമുക്ക് പ്രതീക്ഷിക്കാം. 4 ലക്ഷത്തിന് താഴെ ആൾക്കാരായിരിക്കും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നോക്കാം, ഈ 4 ലക്ഷം ഡിവൈഡഡ് ബൈ 400 എന്ന് പറഞ്ഞാൽ, ഓക്കെ, 40,000 4 ലക്ഷം ഡിവൈഡ് ബൈ 400 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ അങ്ങ് വെട്ടിക്കളയാം. 4000 ഡിവൈഡ് ബൈ 4, അതായത് അപ്ലൈ ചെയ്യുന്ന 1000-ൽ ഒരാൾക്ക് ജോലിയാണ്. അപ്ലൈ ചെയ്യുന്ന 1000-ൽ ഒരാൾക്ക് ജോലിയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സാധ്യത. പക്ഷെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എടുക്കുകയാണെങ്കിൽ 3,90,000 പേര് അപ്ലൈ ചെയ്തു, 4000 വേക്കൻസി ഉണ്ട്. അതായത് അപ്ലൈ ചെയ്യുന്ന ഏതാണ്ട് ഒരു 96-ൽ ഒരാൾക്ക് ജോലി, അല്ലെങ്കിൽ 97-ൽ ഒരാൾക്ക് ജോലി. ഇതാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് സാധ്യത. അപ്പൊ നോക്കേ, ജോലി കിട്ടാൻ എളുപ്പം, ഏറ്റവും അധികം വേക്കൻസി ഉള്ളത് ഒരു ഡൗട്ടും ഇല്ല ഏത് തന്നെയാണ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് തന്നെയാണ്. അതിനകത്ത് ഏറ്റവും അധികം നിയമനം നടക്കുന്നത് KSFലും ബാക്കിയെല്ലാമായിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് രണ്ടാമത്തെ പാരാമീറ്റർ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ആണ്. രണ്ടിലും ഒരു 4 ലക്ഷം ആൾക്കാരൊക്കെ ആയിരിക്കും അപ്ലൈ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് മൂന്നാമത്തെ പാരാമീറ്റർ സാലറിയാണ്. ശമ്പളം വേണമല്ലോ, ശമ്പളത്തിന് വേണ്ടിയാണ് എല്ലാവരും ജോലിക്ക് പോകുന്നത്. ഓക്കെ, സ്ഥിരത. ഇവിടെ നമ്മൾ KSFE നോക്കുകയാണെങ്കിൽ KSFEയിൽ ബേസിക് പേ 35,300 ആണ് ബേസിക് പേ വരുന്നത്. അത് കഴിഞ്ഞ DA ഏതാണ്ട് 49%, ഇപ്പോൾ കൂടിയെന്നാണ് എന്റെ വിശ്വാസം. സോ 49% DA, അതായത് 17,297 രൂപ DA കിട്ടും. HR നോക്കുകയാണെങ്കിൽ 3,550 രൂപ ഹൗസ് റെന്റ് അലവൻസ് കിട്ടും. അങ്ങനെ ടോട്ടൽ 56,127 ആണ് KSFL സ്റ്റാർട്ടിങ് നമുക്ക് സാലറി ആയിട്ട് കിട്ടുന്നത്. എല്ലാം പോയിട്ടൊരു ഏറ്റവും ചുരുങ്ങിയത് 50,000+ ഒക്കെ നമുക്ക് കയറുമ്പോൾ തന്നെ സാലറി നമുക്ക് കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞ് KSB നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നമ്മൾ കയറുകയാണെങ്കിൽ ഏറ്റവും അധികം നിയമനം നടക്കുന്നത് KSFയിലായിരിക്കും, രണ്ടാം സ്ഥാനം KSCBയിലായിരിക്കും. സോ KSCBയിൽ 31,800 രൂപയാണ് ബേസിക് പേ വരുന്നത്. DA 8,268 രൂപയുണ്ട്. ദെൻ ഹൗസ് ആൻഡ് അലവൻസ് ആണെങ്കിൽ 1,908 രൂപയുണ്ട്. ടോട്ടൽ സ്റ്റാർട്ടിങ് കയറുമ്പോൾ 41,976 രൂപയാണ് നമുക്ക് സാലറി കിട്ടുന്നത്. അത് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ബേസിക് പേ 39,300 രൂപയാണ് ബേസിക് പേ വരുന്നത്. ഡിയർനെസ് അലവൻസ് 18%, അതായത് 7,074 രൂപ DA നമുക്ക് കിട്ടും. ദെൻ ഹൗസ് റെന്റ് അലവൻസ് ആണെങ്കിൽ 3,930 രൂപ നമുക്ക് കിട്ടും. ടോട്ടൽ 50,304 രൂപയാണ് നമുക്ക് ആദ്യം സാലറി നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതിനകത്ത് പിടുത്തങ്ങളൊക്കെ വരും, ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല. ഇനി നോക്കാം, സാലറി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ KSFയിലും ശമ്പളം ഭയങ്കര കൂടുതലാണ്, ബോണസ് നന്നായിട്ട് കിട്ടും. പക്ഷേ KSFയിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. KSFയിൽ എന്തില്ല, പെൻഷൻ ഇല്ല. KSFയിൽ പെൻഷൻ വരുന്നില്ല. പക്ഷെ അതൊരു കുറവായിട്ട് നിങ്ങൾ കണക്കാക്കണ്ട. അതായത് നിങ്ങൾ വിചാരിക്കാൻ, എല്ലാവരും വിചാരിക്കാൻ പെൻഷന് വേണ്ടിയല്ലേ നമ്മൾ ഗവൺമെന്റ് ജോബ് ചൂസ് ചെയ്യുന്നത്. സോ പെൻഷൻ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തൊരു ഗവൺമെന്റ് ജോബ് നമ്മൾ ചൂസ് ചെയ്യണം? മക്കളെ, ഇവിടെ KSCBയും അതേപോലെ തന്നെ, അല്ലെങ്കിൽ KSCBയോ ബാക്കി എന്തോ ആയിക്കോട്ടെ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിക്കോട്ടെ, തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കി. സോ സാലറിയിൽ എത്ര രൂപ ഡിഫറൻസ് ഉണ്ട്? ഏറ്റവും ചുരുങ്ങിയത് ഒരു 15,000 രൂപ ഡിഫറൻസ് ഉണ്ട് അല്ലെ? 15,000 രൂപ ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾ ഈ 15,000 രൂപ പോട്ടെ, 15,000 വേണ്ട, ഒരു 10,000 നിങ്ങൾ എല്ലാ മാസവും SIPയിലേക്ക് മാറ്റിയാൽ, അല്ലെങ്കിൽ ഒരു പെൻഷൻ ഫണ്ടിലേക്ക് മാറ്റിയാൽ നിങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു 50,000 ആ റേഞ്ചൊക്കെ പെൻഷൻ നിങ്ങൾക്ക് കിട്ടും. ചിലപ്പോൾ അതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് കിട്ടും. അത് മാത്രമല്ല,
ആ എമൗണ്ട് നിങ്ങൾക്ക് മെച്ചൂർ ആവുമ്പോൾ എടുക്കുകയും ചെയ്യാം, എന്ത് വേണം നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ അതൊരു കുറവായിട്ട് കണക്കാക്കണ്ട, അത്രയും സാലറി ഇവിടെ കവർ ചെയ്യുന്നുണ്ട്, KSFE കവർ ചെയ്യുന്നുണ്ട്. ഇത്രയാണ് സാലറി വരുന്നത്. അത് കഴിഞ്ഞ് നോക്കുക, ഈസ് ഓഫ് ജോബ് ആണ്. ഇവിടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് KSEB കിട്ടിയാൽ വലിയ പ്രശ്നമൊന്നുമില്ല, മനസ്സമാധാനമാണ്, പ്രശ്നമൊന്നുമില്ല. പക്ഷെ KSFE കിട്ടുകയാണെങ്കിൽ KSFE ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആകുമ്പോൾ ആ ഒരു ബ്രാഞ്ചിന് ഒരു ടാർഗറ്റ് ഉണ്ട്. ഇപ്പൊ KSFE ഒക്കെ ആണെങ്കിൽ അതിനകത്ത് ഇൻഡിവിജ്വൽ ടാർഗറ്റ് ഒന്നും ആരും കൊടുത്തിട്ടൊന്നുമില്ല, പക്ഷെ ഒരു ബ്രാഞ്ചിന് ഉറപ്പായിട്ടും ഒരു ടാർഗറ്റ് ആണ്. ആ ടാർഗറ്റ് ആ ബ്രാഞ്ച് അച്ചീവ് ചെയ്യണം. ഇനി അച്ചീവ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ജോലിയിൽ നിന്നൊന്നും പിരിച്ചുവിടാത്തൊന്നുമില്ല. എല്ലാ സ്ഥലത്തും ഇന്ന് SBI അടക്കം പല ബാങ്കുകളിലും, എല്ലാ ബാങ്കുകളിലും എന്തുണ്ട്, ടാർഗറ്റും ബാക്കിയെല്ലാം ഉണ്ട്. എന്റെ വീടിന്റെ അടുത്തൊക്കെയുള്ള SBI ആണെങ്കിൽ രാത്രി ആയാലും ഇപ്പൊ അടയ്ക്കത്തില്ല, അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാണാം. സോ KSFE അത് വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ സേഫ് ആണെന്ന് പറയാം. മാത്രമല്ല ട്രില്യൺ എമൗണ്ട് ബിസിനസ് നടത്തിയ ഒരു സ്ഥാപനമാണ് KSFE. അതും മാത്രമല്ല KSFE ഭാവിയിലെ സാധ്യതകൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നാഷണലൈസ്ഡ് ബാങ്കുകളുടെ എണ്ണം ഭയങ്കരമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുറച്ചുകൂടെ കാലം കഴിയുമ്പോൾ സാധാരണക്കാർക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനം ഏതായിട്ട് മാത്രം മാറും, KSFE ആയിട്ട് മാത്രം മാറും. അപ്പോഴും സാധ്യത കുറയുന്നില്ല, പക്ഷെ ജോലി കുറച്ചുണ്ട്, ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. ഓക്കെ, അതായത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഒരു 10 to 5 ജോബാണ്. വേറെ പ്രത്യേകിച്ച് ടാർഗറ്റോ അല്ലെങ്കിൽ അതിനുശേഷമുള്ള പ്രഷറോ അങ്ങനത്തെ സാധനമൊന്നും അതിനകത്ത് വരുന്നില്ല. പക്ഷെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് KSFE കിട്ടാണെങ്കിൽ അവിടെ എന്തുണ്ട്, നമുക്ക് ചെറിയ ഭയങ്കര സന്തോഷവും നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ നമ്മളൊക്കെ ആരാണ്, പണിയെടുക്കാൻ മനസ്സുള്ള ആൾക്കാരാണ്, അല്ലാതെ പണ്ടത്തെ ആൾക്കാരെ പോലെ നമുക്ക് അവിടെ സർക്കാർ ജോലി കിട്ടിയിട്ട് സുഖമായിരിക്കാൻ പോകുന്ന ആൾക്കാരല്ലോ നമ്മൾ. ഇപ്പൊ നമ്മളടുത്ത് പോയി പറയണം, എടാ രാവിലെ 10 മണി തൊട്ട് 5 മണി വരെ നിങ്ങൾ പോയി ചുമ്മാ ഇരുന്നോ, നമ്മളെ കൊണ്ട് ഇരിക്കാൻ പറ്റും? ഒരിക്കലും പറ്റത്തില്ല. ഇപ്പൊ എന്റെ അടുത്ത് പറയണം, നിനക്ക് ഞാൻ ശമ്പളം തരാം, രാവിലെ 10 to 5 വരെ വെറുതെ പോയിരുന്നാൽ മതി, അന്ന് ഞാൻ രാജിവെച്ചിറങ്ങും. നമുക്ക് അങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ നമ്മളെ ഇന്നത്തെ ജനറേഷൻ മുഴുവനും പണിയെടുക്കാനുള്ള ഒരു മനസ്സോടെ എന്ത് ചെയ്യുന്നത് പോകുന്നത്. ഓക്കെ, അപ്പോ ഈസ് ഓഫ് ജോബ് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ സുഖം ഏത് തന്നെയാണ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് തന്നെയാണ്. ഓക്കെ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് അടുത്ത സ്കെയിലിലേക്ക് പോവാം, ട്രാൻസ്ഫർ ആണ്. സോ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് കേരളത്തിലെ എല്ലാ സ്ഥലത്തും നമുക്ക് ജോലിക്ക് പോയേ പറ്റത്തുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് KSFE ആദ്യം കിട്ടുന്നതെങ്കിൽ അതാത് ജില്ലകളിൽ കിട്ടുന്ന കാര്യം പാടാണ്, കിട്ടത്തില്ല എന്ന് തന്നെ പറയാം. കുറെ വർഷമൊക്കെ എടുത്ത് മാത്രമേ നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. കേരളത്തിൽ എവിടെ വേണോ നമ്മൾ ജോലിക്ക് പോയേ പറ്റത്തുള്ളൂ. അതേസമയം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണെങ്കിൽ ഇപ്പൊ കേരളത്തിലാകെ 15 യൂണിവേഴ്സിറ്റി ഉണ്ടെന്ന് സങ്കല്പിച്ചോ. ഇപ്പൊ തിരുവനന്തപുരത്തുള്ള ഒരാൾക്ക് എവിടെ കിട്ടി, നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കിട്ടി. തിരുവനന്തപുരത്തുള്ള ഒരാൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കിട്ടി. അത് കഴിഞ്ഞ് കോഴിക്കോടുള്ള ഒരാൾക്ക് എവിടെ കിട്ടി, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കിട്ടി, കേരള യൂണിവേഴ്സിറ്റി കിട്ടിയ സങ്കല്പിച്ചോ. ഇവര് പരസ്പരം വില്ലിംഗ് ആണെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, മ്യൂച്വൽ ട്രാൻസ്ഫർ അടിക്കാൻ പറ്റും. ഓക്കെ, മ്യൂച്വൽ ട്രാൻസ്ഫർ അടിച്ചാൽ നമുക്ക് നമ്മുടെ സ്ഥലത്ത് തന്നെ നമുക്ക് ജോലി ചെയ്യാം. പിന്നെ ഒരു സ്ഥലത്ത് നമുക്ക് പോകേണ്ടി വരത്തില്ല, അതാത് സ്ഥലത്ത് തന്നെ ഉള്ള കാലം മൊത്തം നമുക്ക് ഇരിക്കാൻ പറ്റും. അപ്പോ ട്രാൻസ്ഫർ വൈസ് നോക്കിയാൽ കുറച്ചും കൂടെ നല്ലത് അതാത് ജില്ലയിൽ തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിരിക്കും ഏറ്റവും അധികം നല്ലത് വരുന്നത്. അവിടെ ഞാൻ പറയുന്നു, ആദ്യം നമുക്ക് നമ്മുടെ അടുത്തുള്ള യൂണിവേഴ്സിറ്റി തന്നെ കിട്ടുന്ന ഒരു നിർബന്ധമില്ല. പക്ഷെ മ്യൂച്വൽ അടിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതാത് യൂണിവേഴ്സിറ്റിയിലേക്ക് നമുക്ക് വരാൻ പറ്റും. ഓക്കെ, പക്ഷേ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് KSFE KSEB ഒക്കെ ആണെങ്കിൽ ട്രാൻസ്ഫർ ഒക്കെ അടിച്ച് കിട്ടാം, ബാക്കിയുള്ള സ്ഥലത്ത് ജോലി ചെയ്യേണ്ടി വരും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ നെക്സ്റ്റ് കട്ട് ഓഫ് ആണ്. ജോലി കിട്ടാൻ എളുപ്പം ഏതാണ്, ഒരു ഡൗട്ടും ഇല്ല. ജോലി കിട്ടാൻ എളുപ്പം ഏതാണ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് തന്നെയാണ്, ഒരു സംശയമില്ല. അപ്പൊ കഴിഞ്ഞ പ്രിലിംസ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 1 എടുക്കുകയാണ്. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 1 കഴിഞ്ഞ പ്രിലിംസിന്റെ കട്ട് ഓഫ് വന്നത് 39.076 മാർക്കാണ് കഴിഞ്ഞ പ്രിലിംസിന്റെ കട്ട് ഓഫ് വന്നത്. അത് കഴിഞ്ഞ് മെയിൻസിന്റെ കട്ട് ഓഫ് വന്നത് 49 മാർക്കാണ്. മെയിൻസിന്റെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് 43.33 മാർക്കാണ് മെയിൻസിന്റെ കട്ട് ഓഫ് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 ആണെങ്കിൽ പ്രിലിംസിന്റെ കട്ട് ഓഫ് 37 മാർക്കും മെയിൻസിന്റെ കട്ട് ഓഫ് 53 മാർക്കും. ഗ്രേഡ് 2 ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല, ഗ്രേഡ് 1 അതാണ് ഏറ്റവും നല്ല പോസ്റ്റ്. ഏറ്റവും അധികം നിയമനം നടക്കുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 1 തന്നെയാണ്. ഒരു 3500 അഡ്വൈസ് ഒക്കെ ഈസി ആയിട്ട് അങ്ങ് പോകും. ഓക്കെ, അടുത്ത യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോക്കുകയാണെങ്കിൽ 57 മാർക്കാണ് കട്ട് ഓഫ് വന്നേക്കുന്നത്. മെയിൻസിന്റെ കട്ട് ഓഫ് 57 മാർക്ക്, അതായത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 1 14 മാർക്ക് കൂടുതലാണ് കട്ട് ഓഫ് വന്നേക്കുന്നത്. സോ കമ്പനി ബോർഡ് അസിസ്റ്റന്റിനകത്ത് കട്ട് ഓഫിനെക്കാളും ഒരു 3 മാർക്കൊക്കെ കൂടുതൽ മേടിച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും ജോലിയാണ്, അല്ലെങ്കിൽ 2 മാർക്ക് കൂടുതൽ മേടിച്ചാലും നമുക്ക് ജോലിയാണ്. പക്ഷേ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റിനകത്ത് മാത്രം വന്നാൽ പോരാ, ആദ്യ റാങ്കുകളിൽ നമ്മൾ എത്തണം. ഓക്കെ, അപ്പോ മനസ്സിലാക്കുക, എളുപ്പം ജോലി കിട്ടാൻ ഏറ്റവും എളുപ്പം ഒരു ഡൗട്ടും ഇല്ല ഇത് തന്നെയാണ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് തന്നെയാണ്. നിങ്ങൾ പഠിക്കാൻ റെഡിയാണോ? ഇനി ഇതുവരെ തുടങ്ങാത്ത ആൾക്കാരാണെങ്കിൽ പോലും ഇനി പഠിച്ചാലും മതി നമുക്ക് ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റിനെ ക്രാക്ക് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. സോ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 1 3763 പേരെ റാങ്ക് ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രേഡ് 2 ആണെങ്കിൽ 1734 പേരെ റാങ്ക് ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദെൻ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണെങ്കിൽ 770 പേരെയാണ് റാങ്ക് ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ പ്രൊമോഷൻ ചാൻസ് നോക്കുകയാണെങ്കിൽ
ഇപ്പോൾ KSF കയറാം. സോ KSF കയറിയാൽ നമുക്ക് ടെസ്റ്റ് എഴുതാൻ പറ്റും. ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് മേലോട്ട് കയറി പോവാം. അതായത് ഫസ്റ്റ് സീനിയർ അസിസ്റ്റന്റ്, അതേപോലെ തന്നെ അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് 2, മാനേജർ ഗ്രേഡ് 1, ചീഫ് മാനേജർ, AGM വരെയൊക്കെ പോകുമെന്ന് അറിയത്തില്ല, എന്നാലും ചീഫ് മാനേജർ വരെയൊക്കെ ഉറപ്പായിട്ടും നമുക്ക് പ്രൊമോഷൻ കിട്ടി മേലോട്ട് പോകും. അതേസമയം KSB ആണെങ്കിലും അതേപോലെ തന്നെ സീനിയർ അസിസ്റ്റന്റ്, അതേപോലെ തന്നെ സീനിയർ സൂപ്രണ്ട്, ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ, അങ്ങനെ പ്രൊമോഷൻ കിട്ടി മേലോട്ട് നമുക്ക് പോകാൻ പറ്റും. പക്ഷേ കുറച്ചും കൂടെ പ്രൊമോഷൻ ചാൻസ് കൂടുതൽ KSF ഇനി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോക്കുകയാണെങ്കിൽ മക്കളെ വലിയ പ്രൊമോഷൻ ചാൻസ് ഒന്നും പ്രതീക്ഷിക്കേണ്ട. കാര്യം എന്ന് വെച്ചാൽ 2016 ലിസ്റ്റ് കയറിയ ആൾക്കാർക്ക് അവർക്ക് ഏറ്റവും അധികം സാധ്യതയുണ്ട്. കാര്യം അവരുടെ മേലിൽ ആര് മാത്രമേ ഉള്ളൂ, ഇതിനു മുമ്പ് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് നിയമനം കിട്ടിയ ആൾക്കാർ മാത്രമേ അവരുടെ മെയിലിൽ വരുന്നുള്ളൂ. പക്ഷെ 2016 ലിസ്റ്റും അതിനുശേഷമുള്ള ലിസ്റ്റിലും ഒരുപാട് എന്താ പറയാൻ, ഒരുപാട് കൊച്ചുകുട്ടികൾ അതിനകത്ത് സർവീസിൽ കയറിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടൊരു 3 പോസ്റ്റിൽ കൂടുതലൊക്കെ പ്രൊമോഷൻ കിട്ടാനുള്ള സാധ്യത യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് കുറവായിരിക്കും. അപ്പൊ പ്രൊമോഷൻ ചാൻസ് കൂടുതൽ ആർക്കാണ്? ഒരു ഡൗട്ടും ഇല്ല, കമ്പനി ബോർഡ് അസിസ്റ്റന്റാണ് പ്രൊമോഷൻ ചാൻസ് കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. ഇതുവരെ നിങ്ങൾ പഠിച്ചു തുടങ്ങാത്ത ഒരാളാണെന്ന് സങ്കല്പിച്ചു. ഇതുവരെ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങളെല്ലാം ചിന്തിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇനി പഠിച്ചാൽ നമുക്ക് ഈ ജോലി കിട്ടുമോ, ഇനി തുടങ്ങിയാലും നമുക്ക് ഈ എക്സാമിനെ ക്രാക്ക് ചെയ്യാമോ? അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? ഉറപ്പായിട്ടും കാണും മക്കളെ. ഇനി നമ്മുടെ പ്രിലിംസിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് എക്സാമിനെ പിടിക്കാൻ പറ്റും, ഒരു സംശയമില്ല. കാര്യം ആദ്യം പ്രിലിംസ് ആണ് വരുന്നത്. അതിനകത്ത് ഇംഗ്ലീഷ് 20 മാർക്കുണ്ട്, മാത്സ് 20 മാർക്കുണ്ട്, മലയാളം 10 മാർക്കുണ്ട്. അത് മൂന്നും മര്യാദയ്ക്ക് പഠിച്ചാൽ നമുക്ക് പ്രിലിംസിനെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. GK ഒരു പകുതി മാർക്ക് എടുക്കാം, നല്ല മാർക്ക് നമുക്ക് കയറ്റി വെക്കാം. ഓക്കെ, ഇവിടെ എപ്പോഴും എല്ലാവരും പ്രിലിംസ് പാസ്സായി പോകും, വലിയ ബുദ്ധിമുട്ടില്ല. ഒരുവിധം പഠിക്കുന്ന ഒരു കുട്ടിയാണ്, അവൻ പ്രിലിംസ് ക്രാക്ക് ചെയ്തിരിക്കും. പക്ഷെ മെയിൻസിലേക്ക് പോകുമ്പോൾ മെയിൻസ് ആണ് എപ്പോഴും വീഴുന്നത്. സോ മെയിൻസിന്റെ എക്സാം സ്ട്രക്ചർ ഇതുവരെ വന്നിട്ടില്ല. ഇതുവരെ എങ്ങനെയായിരിക്കും? 2 പേപ്പർ ആയിരിക്കും, അത് 1 പേപ്പർ മാത്രമേ കാണത്തുള്ളൂ, ഇന്റർവ്യൂ കാണോ, അങ്ങനെ ഒരു അപ്ഡേറ്റും വന്നിട്ടില്ല. അപ്പൊ എന്തുകൊണ്ട് ഒരാള് ഇപ്പൊ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻ തുടങ്ങണം, കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് വേണ്ടി പ്രിപ്പറേഷൻ തുടങ്ങണം? അത് മനസ്സിലാക്കുക. നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു ചാൻസ് ആണത്. അതായത് 1, 2, 3 അല്ല, എത്ര അഡ്വൈസ് ആണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പോകാൻ പോകുന്നത്? 4000+ അഡ്വൈസ് ആണ്. 4000+ അഡ്വൈസ്. അതായത് ഇപ്പോ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഞാൻ എടുക്കുന്നു, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ, ഓക്കെ, സബ് ഇൻസ്പെക്ടർ, അതേപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടർ, അതേപോലെ SBCID, അതേപോലെ തന്നെ നാഷണൽ സേവിങ്സ്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, അസിസ്റ്റന്റ് ജയിലർ. അപ്പൊ ഇത്രയും ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ ആണ് ഉള്ളത്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഞാൻ പറഞ്ഞു, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് 400 അഡ്വൈസ് പോകും, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഒരു 600 അഡ്വൈസ് പോകും, SI ആണെങ്കിൽ ഒരു 80 അഡ്വൈസ് പോകും, എക്സൈസ് ഇൻസ്പെക്ടറും അതേപോലെ തന്നെ, SBC ആണെങ്കിൽ ഒരു 200 അഡ്വൈസ് പോകും. ഇത്രയും പോകത്തില്ല. ഓക്കെ, അത് കഴിഞ്ഞ് നാഷണൽ സേവിങ്സ് ആണെങ്കിൽ ഒരു 10-15 അഡ്വൈസ് പോകും, കാറ്റ് ആണെങ്കിൽ ഒരു 20 അഡ്വൈസ് പോകും, അസിസ്റ്റന്റ് ജയിലർ ഒരു 30 അഡ്വൈസ് പോകും. അസിസ്റ്റന്റ് ജയിലർ ആണെങ്കിൽ വളരെ കുറച്ച് അഡ്വൈസ് മാത്രമേ പോകത്തുള്ളൂ, ഒരു 40, 32 ആ റേഞ്ച് അഡ്വൈസ് മാത്രമേ പോകത്തുള്ളൂ. സോ എല്ലാം കൂടെ കൂട്ടിയെടുത്താലും 1000, 1080, 1280, 1360 എല്ലാം കൂടെ കൂട്ടിയാൽ പോലും ഒരു 1500 താഴെ നിയമനങ്ങൾ മാത്രമേ മാക്സിമം നടക്കത്തുള്ളൂ. എന്ന് വെച്ചാൽ PSC നടത്തുന്ന എല്ലാ ഡിഗ്രി ലെവൽ പരീക്ഷകളും ചേർത്തെടുത്താലും 1500 അഡ്വൈസ് നടക്കുമ്പോൾ ഇവിടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഒറ്റയ്ക്ക് നിന്ന് എത്ര നിയമനങ്ങൾ നടത്തുന്നുണ്ട്? 4000+ അഡ്വൈസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ ചാൻസ് ആണ്, നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈഫിൽ ഏറ്റവും വലിയൊരു ചാൻസ് ആണ്. പണ്ടൊക്കെ നമ്മൾ പറയും, ഇപ്പോൾ ഉറങ്ങിപ്പോയിരുന്ന പരീക്ഷ എഴുതിയാലും ഒരുവിധം പഠിച്ചിട്ട് പോയാലും നമുക്ക് ജോലി കിട്ടാം. സോ 7 മാസം മാറ്റിവെക്കാൻ തയ്യാറാണ്. പ്രിലിംസും മെയിൻസും കൂടെ ചേർത്തിട്ട് 7 അല്ല, ഒരു 9 മാസം മാറ്റിവെക്കാൻ റെഡി ആണെങ്കിൽ പഠിച്ചു തുടങ്ങിക്കോ. 2027 മാർച്ച് മാസം കമ്പനി ബോർഡ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നിങ്ങളുടെ പേര് അവിടെ ആദ്യം തന്നെ കാണും. ഞാനാ പറയുന്നത്. ഓക്കെ, അത് ഉറപ്പാണ്. സോ ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മിസ്സാക്കിയാൽ, അത് പഠിക്കാതെ മിസ്സാക്കിയാൽ, എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ കാണിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരമായിരിക്കും. സോ പഠിച്ചു തുടങ്ങി. 9 മാസം മാറ്റി വെച്ചു. അപ്പോൾ നമ്മൾ വിചാരിക്കും 9 മാസം മാറ്റി വെച്ചാൽ ഞാൻ ഭയങ്കര തിരക്കുള്ള മനുഷ്യനല്ലേ, എൻ്റെ ഇത്രയും കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും. ഒന്നും സംഭവിക്കില്ല. നമ്മൾ ചത്തുപോയാൽ ചുമരിൽ വയ്ക്കുന്ന ഒരു ഫോട്ടോ മാത്രമാണ് നമ്മൾ. ആദ്യത്തെ ഒരു സഞ്ചയനം വരെ എല്ലാവരും വിഷമിക്കും. അത് കഴിഞ്ഞാൽ 16-നൊക്കെ ആകുമ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് ചോറ് കൊണ്ടങ്ങ് പോകും. അത്രയേ ഉള്ളൂ. നമ്മളില്ലെങ്കിലും എല്ലാം നടക്കും. സോ കുറച്ച് കാലം ഒന്ന് മാറ്റി വെച്ചാൽ, ഒരു 9 മാസം മാറ്റി വെച്ചാൽ ലൈഫ് മൊത്തം സെക്യൂർ ആവും. പഠിച്ചു തുടങ്ങിക്കും. നമ്മൾ സൂപ്പർ നോട്ട്സ് ഒരു ഗോൾഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനാണ് അതിനകത്ത് മെൻറ്ററായിട്ട് വരുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് ജോയിൻ ചെയ്തോടാം. ഇനി കുറച്ച് സീറ്റും കൂടെ മാത്രമേ കാണത്തുള്ളൂ കേട്ടോ. ബാച്ച് ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. അതിനകത്ത് ഒരു അടിപൊളി മെന്റർ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. കൃത്യമായിട്ടുള്ള ടോപ്പിക്കുകൾ, അതേപോലെ തന്നെ എല്ലാ ദിവസവും പഠിച്ച ടോപ്പിക്കുകൾ മൊത്തം ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പറയും. പിന്നെ കൃത്യമായിട്ടുള്ള എക്സാം എഴുതിയില്ലെങ്കിൽ എക്സാം ഒന്ന് എഴുതിപ്പിക്കും.
അപ്പോൾ അങ്ങനെയൊക്കെ നല്ലൊരു അസിസ്റ്റൻസ് ഉള്ള നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ ആദ്യ ഡിഗ്രി ലെവൽ ഗോൾഡ് ബാച്ചാണ്. ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റത്തില്ല, ഒരു സപ്പോർട്ട് വേണം, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോ. അപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ, 8281223366 ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ. മിക്കവാറും സൂപ്പർ നോട്ട്സിന് ഈ ഒരൊറ്റ ഗോൾഡ് ബാച്ച് മാത്രമേ കാണത്തുള്ളൂ. പിന്നെ ഫോഴ്സ് പരീക്ഷകൾക്ക് ജോബിൻ സാറിന്റെ ഗോൾഡ് ബാച്ച് ഉണ്ട്, ഇത് രണ്ടും മാത്രമേ കാണത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തോ. ഇനിയും നിങ്ങളുടെ മുമ്പിൽ സമയമുണ്ട്, പഠിക്കാൻ സമയമുണ്ട്, തുടങ്ങാൻ സമയമുണ്ട്, റീസ്റ്റാർട്ടിന് സമയമുണ്ട്. പണ്ട് ഒരുപാടൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ ഇടയ്ക്കിടെ ഗ്യാപ്പൊക്കെ എടുത്ത് കാണും, അവരൊക്കെ വീണ്ടും ചിന്തിക്കും എനിക്ക് നന്നായിട്ടൊന്ന് പഠിക്കണം, പക്ഷെ ഒരു സ്റ്റാർട്ട് കിട്ടുന്നില്ല. സ്റ്റാർട്ട് കൊടുത്തോ, കൂടെ വന്നോ, നമ്മൾ സെറ്റ് ആയിക്കോളാം. ഓക്കെ, ഒരുപാട് സന്തോഷമായിരിക്കും, നന്നായിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, പഠിച്ചു തുടങ്ങിക്കോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ കാണാം. സോ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ പെട്ടെന്ന് തന്നെ താഴെ ഒരു ഗൂഗിൾ ഫോം ഇട്ടേക്കാം. ആ ഗൂഗിൾ ഫോമിൽ ഒന്ന് ഫില്ല് ചെയ്തോ. ആദ്യം ജോയിൻ ചെയ്യുന്നവരെല്ലാവർക്കും ആ ഒരു സീറ്റ് റിസർവ് ആയിരിക്കും. ഓക്കെ, സോ താങ്ക് യു ഓൾ. നന്നായിട്ട് പഠിച്ചോടാം, ഈ ചാൻസ് മിസ്സാക്കരുത് കേട്ടോ. ഓക്കെ, മറക്കരുത്. ക്ലാസ്സിൽ കാണാം.